ഒരു സൈക്കിളിൽ കെട്ടിയ കുറച്ച് ഡിറ്റർജന്റ് പാക്കറ്റുകളിൽ നിന്ന് ആരംഭിച്ച് കോടികളുടെ സാമ്രാജ്യമായി വളർന്ന ഒരു ബ്രാൻഡിന്റെ പേര് നിർമ്മ. വിലക്കുറവിൽ ഗുണമേന്മ നൽകി സാധാരണ ജനങ്ങളുടെ വിശ്വാസം നേടിയ ഒരു ബ്രാൻഡ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സ്വപ്നവും ധൈര്യവും സ്ഥിരതയും കൊണ്ട് ഇന്ത്യയിലെ FMCG ചരിത്രം തന്നെ മാറ്റിയ അത്ഭുത യാത്രയാണ്. കർസൻ ഭായി പട്ടേൽ എന്ന ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ സ്വപ്നത്തിൽ നിന്നാണ് നിർമ്മ എന്ന ബ്രാൻഡിന്റെ അത്ഭുതകരമായ യാത്ര ആരംഭിക്കുന്നത്. കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ശേഷം ജിയോളജി ആൻഡ് മൈനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നൽകണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. 1970കളിൽ ഡിറ്റർജന്റ് പൗഡറുകൾ സാധാരണ കുടുംബങ്ങൾക്ക് വളരെ ചിലവേറിയതായിരുന്ന കാലത്ത് സ്വന്തം വീട്ടിലെ ചെറിയ ഗ്യാരേജിൽ രാത്രികളിൽ പരീക്ഷണങ്ങൾ നടത്തി കൈകൊണ്ട് തന്നെ ഡിറ്റർജന്റ് തയ്യാറാക്കി തന്റെ മകളുടെ പേരിൽ നിന്ന് നിർമ്മ എന്ന ബ്രാൻഡിന് പേരിട്ടു. തുടക്കത്തിൽ പാക്കറ്റുകൾ ഒരു സൈക്കിളിൽ കെട്ടി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നേരിട്ട് പോയി വിൽക്കുകയും സർഫ് പോലുള്ള ബ്രാൻഡുകൾ 1 കിലോയ്ക്ക് 13 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ നിർമ്മ വെറും 3 രൂപയ്ക്ക് നൽകുകയും ചെയ്തതോടെ ആളുകൾക്ക് ആദ്യം സംശയമുണ്ടായിരുന്നെങ്കിലും ഉപയോഗിച്ചപ്പോൾ ഗുണമേന്മ തിരിച്ചറിഞ്ഞ് വിശ്വാസം വർദ്ധിക്കുകയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ബ്രാൻഡ് വ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് കർസൻ ഭായി ഇന്ത്യയിൽ ആദ്യമായി ഡിറ്റർജന്റിന് ക്യാച്ചി ജിംഗിൾ ഉപയോഗിച്ചവരിൽ ഒരാളായി. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന പാട്ട് രാജ്യത്തെ ഓരോ വീട്ടിലും മുഴങ്ങുകയും നിർമ്മ സാധാരണ ജനങ്ങളുടെ ബ്രാൻഡായി മാറുകയും ചെയ്തു. നിർമ്മയുടെ വളർച്ച വലിയ കമ്പനികളെ പോലും ആശങ്കപ്പെടുത്തുകയും അവർ പുതിയ ബ്രാൻഡുകൾ പുറത്തിറക്കി മത്സരിച്ചെങ്കിലും വിലക്കുറവും ഗുണമേന്മയും സ്ഥിരതയും ഒരുമിച്ച് നൽകിയ നിർമ്മ സാധാരണ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുകയും വിപണിയിൽ ശക്തമായി നിലകൊള്ളുകയും ചെയ്തു. ഡിറ്റർജന്റിൽ മാത്രം ഒതുങ്ങാതെ സോപ്പ്, ടൂത്ത്പേസ്റ്റ്, ഷാംപൂ, ഉപ്പ്, മറ്റു വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്കും നിർമ്മ വ്യാപിക്കുകയും ഓരോ ഉൽപ്പന്നവും സാധാരണ കുടുംബങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന തത്വം പിന്തുടരുകയും ചെയ്തു. ഈ വിജയത്തിനിടയിൽ കർസൻ ഭായി തന്റെ മകൾ നിർമ്മയുടെ അകാല മരണം എന്ന വലിയ വ്യക്തിഗത ദുഃഖം നേരിടേണ്ടി വന്നെങ്കിലും തകർന്നു പോകാതെ തന്റെ മകളുടെ പേരിലുള്ള ബ്രാൻഡിനെ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുകയും അത് ബിസിനസ് മാത്രമല്ല ഒരു അച്ഛന്റെ വികാരവും ഓർമ്മയുമായി മാറുകയും ചെയ്തിരുന്നു. കാലക്രമേണ നിർമ്മ ഒരു ഡിറ്റർജന്റ് ബ്രാൻഡിൽ നിന്ന് ഒരു വലിയ വ്യവസായ ഗ്രൂപ്പായി മാറി. കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, സിമന്റ്, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും കടന്നുകൂടി. നിർമ്മ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായി ഉയരുകയും ചെയ്തു. ഒരു സൈക്കിളിൽ പാക്കറ്റുകൾ കെട്ടി ഗ്രാമങ്ങൾ ചുറ്റി നടന്ന ഒരാളുടെ സ്വപ്നം കോടികളുടെ സാമ്രാജ്യമായി മാറിയതിലൂടെ നിർമ്മ വെറും ഒരു ബ്രാൻഡ് മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ചിഹ്നമായി മാറിയിരുന്നു. എന്നാൽ പിന്നീട് നിർമ്മ പിന്നോട്ട് പോയത് പ്രധാനമായും വിപണിയിലെ മത്സരം ശക്തമായതും പുതിയ കമ്പനികൾ പുതിയ ഫോർമുലകളും ശക്തമായ മാർക്കറ്റിംഗും കൊണ്ടുവന്നതും നിർമ്മ അത്ര വേഗത്തിൽ ഉൽപ്പന്ന നവീകരണം നടത്താത്തതും FMCG മേഖലയിൽ നിന്ന് കെമിക്കൽ, സിമന്റ്, ഫാർമ, എഡ്യൂക്കേഷൻ പോലുള്ള മറ്റു മേഖലകളിലേക്കും കമ്പനി കൂടുതൽ ശ്രദ്ധ മാറ്റിയതും കുറഞ്ഞ വില, ബ്രാൻഡ് എന്ന ഇമേജ് ചില ഉപഭോക്താക്കൾക്ക് പഴയ കാലം പോലെ തോന്നാൻ തുടങ്ങിയതുമാണ്. എന്നിരുന്നാലും നിർമ്മ ഇല്ലാതായിട്ടില്ല. അവർ FMCGയിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിലും ഒരു ശക്തമായ വ്യവസായ ഗ്രൂപ്പായി ഇന്നും തുടരുന്നു.